ഹലോ മക്കളെ, നീറ്റ് 2025 ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ അവസാന ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഏറ്റവും പ്രോപ്പറായും ക്വിക്കായും റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടോപ്പ് റാങ്കിലേക്ക് എത്താനുള്ള ഏക സൊല്യൂഷൻ. സോ ഇന്ന് നമ്മൾ വളരെ ക്വിക്കായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഹൈ വെയിറ്റേജ് ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഒരു ഏരിയയിൽ കൂടി കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലൂവൻസിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ആണ് ബി ഡോട്ട് എ, ബി എ കോസ് തീറ്റ. എൻ നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ എൻ ബി എ കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഏരിയ വെക്ടറും തമ്മിൽ നീക്കുന്ന ആംഗിളാണ്. ഏരിയ വെക്ടർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ഏരിയ ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ തരുവാണ്, ഇഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ഏരിയ. അപ്പൊ നിങ്ങൾ ആവേശം കൂടി തീറ്റ ഈക്വൽ ടു 90 എന്ന് ഇട്ട് കൊടുക്കരുത്. പ്ലെയിൻ ഓഫ് ഏരിയക്കാണ് പെർപെൻഡിക്കുലർ. അപ്പൊ ഏരിയ വെക്ടറുമായിട്ട് പാരലായിട്ടാണ് ഇരിക്കുന്നത്. സോ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ബി എ കോസ് 0 ദാറ്റ് ഈസ് ബി എ എന്ന് വരും. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് മക്കളെ വെബർ ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ലയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഫാരഡേയുടെ ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. According to Faraday's law, EMF induced E is equal to rate of change of magnetic flux d∅dt ആണ്. ഫാരഡേയുടെ ലോ വെച്ച് ഉണ്ടാവുന്ന എമൗണ്ട് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് കിട്ടി. പക്ഷെ ഫാരഡേയുടെ ലോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്ന EMFന്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഉണ്ടാവുന്ന EMFന്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെൻസസ് ലോ. അപ്പം അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, ഇൻഡ്യൂസ്ഡ് EMF always opposes the cause which produces it. അത് യൂസ് ചെയ്ത ലെൻസസ് ഈ ഇക്വേഷനിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തി. ദാറ്റ് ഈസ് E is equal to minus d∅dt ആണ്. n ടേൺസ് ആണെങ്കിൽ minus n d∅dt എന്നുക. ഇവിടെ അതേപോലെ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും IMF ഉണ്ടാവാനുള്ള കാരണത്തെ ഒപ്പോസ് ചെയ്യുകയാണ് മക്കളെ. അതേപോലെ ഇൻഡ്യൂസ്ഡ് ചാർജ് കാണാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ ആണ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇനി നമ്മൾ അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് മോഷൻ EMF. ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്പ് ആവുന്ന EMFനെയാണ് മക്കളെ മോഷൻ EMF എന്ന് പറയുന്നത്. മോഷൻ EMF കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് BLV. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ, ലെങ്ത് വെക്ടർ, വെലോസിറ്റി വെക്ടർ മൂന്ന് പേരും പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് സെൽഫ് ഇൻഡക്ടൻസ്. സെൽഫ് ഇൻഡക്ടൻസ് എള്ളി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ആണ് ∅I. അതേപോലെ EMF ഇൻഡ്യൂസ്ഡ് സെൽഫ് ഇൻഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ E is equal to minus dL/dt, അതായത് മൈനസ് d∅dt ആണ്. ഫൈക്ക് നിങ്ങൾ LA കൊടുത്താൽ L കോൺസ്റ്റന്റ് ആയിട്ട് വില എടുക്കാം. മൈനസ് L di/dt. L ആണ് സെൽഫ് ഇൻഡക്ടൻസ് അഥവാ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് മക്കളെ ഹെൻറി ആണ്. സെൽഫ് ഇൻഡക്ടൻസ് ലോങ് സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ ആണ് μ0 n²A/L. μ0 എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. n നമ്പർ ഓഫ് ടേൺസ് ആണ്. L ലെങ്ത് ആണ്. A ഏരിയ ആണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ കോയിലാണ്. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ എനർജി സ്റ്റോർഡ് E is equal to half Li² ആണ്. L എന്ന് പറഞ്ഞാൽ ഇൻഡക്ടൻസ് ആണ്. I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ് മക്കളെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്ടേഴ്സിനെ സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എഫക്റ്റീവ് ഇൻഡക്ടൻസ് ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എഫക്റ്റീവ് ഇൻഡക്ടൻസ് L കാണാൻ L1 plus L2 എടുക്കുക. ഇനി പാരലാണെങ്കിൽ 1/L is equal to 1/L1 plus 1/L2 ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ when two coils placed nearby each other, current changes in one coil and change in magnetic flux takes place in other coil, and this phenomenon is called mutual induction. മ്യൂച്വൽ ഇൻഡക്ഷനിലെ രണ്ടാമത്തെ കോയിലിലെ ഫ്ലക്സ് ∅2 is directly proportional to current in first coil I1 ആണ്. So ∅2 is equal to MI1 ആണ്. മ്യൂച്വൽ ഇൻഡക്ടൻസ് M is equal to ∅2/I1 ആണ്. n നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ n ∅2/I1 ആണ്. ഇനി EMF ഇൻഡ്യൂസ്ഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എങ്കിൽ EMF E is equal to or EMF ഇൻഡ്യൂസ്ഡ് സെക്കൻഡ് കോയിൽ E2 is equal to minus d∅2/dt ആണ്. മക്കളെ ∅2 ന് പകരം MI1 കൊടുത്താൽ M നെ കോൺസ്റ്റന്റ് ആയി വെളിയിലെടുത്താൽ -m di1/dt എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് ടു കൊയാക്സിയൽ സോളിനോയിഡ്. രണ്ട് കൊയാക്സിയൽ സോളിനോയിഡിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് M is equal to μ0 n1 n2 pi r1²L. μ0 എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഈ n1 ഉം n2 നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസ് R1 ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ഇന്നർ സോളിനോയിഡ് ആണ് R1. L ആണ് ലെങ്ത് മക്കളെ. ഇനി രണ്ട് കോൺസെൻട്രിക് സർക്കുലർ കോയിലുകളുടെ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് μ0 pi r²/2r. ഇവിടുത്തെ ഈ സ്മോൾ ആർ കണ്ടോ നിങ്ങൾ? സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ഇന്നർ കോയിലിന്റെ ഇന്നർ സർക്കിളിന്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. ഔട്ടർ സർക്കുലർ കോയിലിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എ സി ജനറേറ്റർ. എ സി ജനറേറ്റർ ഓർ ജനറേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഡിവൈസ് ആണ് മക്കളെ ജനറേറ്റർ. ഒരു എ സി ജനറേറ്റർ ഡെവലപ്പ് ചെയ്യുന്ന എ സി ജനറേറ്ററിൽ 2 പെർമനന്റ് മാഗ്നറ്റിക് പോൾസ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് ആരിയിരിക്കുന്നത്, ആർമേച്ചർ കോയിൽ ഇരിക്കുന്നത്. ആർമേച്ചർ കറങ്ങുമ്പോഴത്തേന് ആരുണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ EMF ഉണ്ടാവും. ഉണ്ടാവുന്ന EMFനെ സ്ലിപ്പ് റിംഗ്സും ബ്രഷസും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇവിടുത്തെ ഉണ്ടാവുന്ന EMF കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് EM sin omega t. EM എന്ന് പറഞ്ഞാൽ മക്കളെ പീക്ക് വാല്യൂ ഓഫ് EMF ആണ് NBA ഒമേഗ എന്ന് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻസിന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകേണ്ടത്. ഇത്രയും നിങ്ങൾ നോക്കിയിട്ട് പോയാൽ ഈ കഴിഞ്ഞ ഒരു 8-10 വർഷത്തെ PYQs എല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ.